വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്ക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്ക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദൈവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിടാതോപ്പാങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങൾ ശിഖരങ്ങളും അവനുള്ളവ, സമുദ്രം അവനുള്ളത്. അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്ക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമും അവൻ നയിക്കുന്ന ജനവും അവന്റെ കൈക്കല്ലെ ആടുകളും തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും അനുഗ്രഹങ്ങളുടെ ഉറവിടമായിരിക്കുന്ന ദാതാവായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ വിശുദ്ധ ശബത്ത് ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ശബത്ത് ദിവസത്തിൽ നമ്മുടെ പരിശുദ്ധ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, ഒരു മനസ്സോടെ ഐക്യതയോടെ അങ്ങേ ആരാധിക്കുവാൻ അങ്ങ് തന്ന ഈ അവസരത്തിനായി നന്ദി പറയുന്നു. ദൈവമേ, കഴിഞ്ഞ ഒരു ആഴ്ചയുടെ കാലം അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അത്ഭുതകരമായി അതിശയകരമായി വഴിനടത്തി ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെയും ജീവനെയും പോറ്റുവാൻ ആവശ്യമായ ധാരാളം നന്മകളെ ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്നുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും കൂടെ ഇരുന്ന് നമ്മുടെ ദൈവികമായ സ്നേഹം അനുഭവിപ്പാൻ, അങ്ങയുടെ കരുതലും സംരക്ഷണവും അനുഭവിപ്പാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കി. നമ്മുടെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ സൂക്ഷിച്ചു, ഉള്ളാൻ കയ്യിൽ ഞങ്ങളെ വഹിച്ചതിനായി നന്ദി പറയുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളോട് കാണിച്ചിരിക്കുന്ന ഞങ്ങളുടെ ദൈവികമായ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുവാൻ, അങ്ങയുടെ കൃപയെയും കരുതലിനെയും ഉണരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ, ലംഘനങ്ങളെ ക്ഷമിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ പാപത്തിൽ നേടിയവരായി, വീണ്ടെടുക്കപ്പെട്ടവരായി നമ്മുടെ സന്നിധിയിലായിരിക്കുവാൻ, സന്തോഷത്തോടെ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ചിന്തനങ്ങളും അങ്ങയുടെ ഹിതപ്രകാരമായിരിക്കാൻ എന്ന് തന്നെ ഞങ്ങളെ ഭരിച്ചു നടക്കണമേ. പരിശുദ്ധ പിതാവേ, ഈ ആരാധനയിലേക്ക് വന്നിരിക്കുന്ന ഓരോരുത്തരെയും നിൽക്കാൻ പ്രാർത്ഥിക്കണമേ. വരേണ്ടുന്നവരെ തക്ക സ്ഥാനത്ത് കൂട്ടിച്ചേർക്കണമേ. ആരും വന്നതുപോലെ മടങ്ങി പോകുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സന്തുഷ്ടാൽ നിറയപ്പെട്ടവരായി, ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടവരായി, ആരാധനയുടെ അനുഗ്രഹം പ്രാപിച്ചവരായി ഞങ്ങളുടെ സന്നിധിയുടെ മടങ്ങുവാൻ സഹായിക്കണമേ. അങ്ങ് തന്നെ ആത്മാവിനെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മാനുഷികമായ ശബ്ദമല്ല, നമ്മുടെ ദൈവിക ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി വരേണ്ടുന്നവരൊക്കെ തക്ക സമയത്ത് കൂട്ടിച്ചേർക്കണമേ. ഭവനങ്ങളിലായതുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകല സ്തുതിയും മഹത്വം അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. ഇപ്പോൾ കീർത്തന പുസ്തകത്തിലെ 36-ാമത്തെ കീർത്തനം നമുക്ക് പാടാം. 36-ാമത്തെ കീർത്തനം. സ്തോത്രം ചെയ്യും ഞാനെന്നും രക്ഷിതാവേ മാത്രം പാട്ടും ഞാനെന്നും രക്ഷിതാവേ മാത്രം പാട്ടും ഞാനെന്നും രക്ഷിതാവേ മാത്രം പാട്ടും ഞാനെന്നും രക്ഷിതാവേ മാത്രം വാഴ്ത്തും ഞാനെന്നും
പുസ്തകത്തിൽ ഒന്നാമത്തെ ക്രമം, സാധാരണ ആരാധനക്രമം. ആരാധനക്രമം നമുക്ക് വായന രൂപത്തിൽ ഉപയോഗിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വന്ന നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സഹായം യഹോവയുടെ നാമത്തിലുള്ളത്. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയതാവനല്ലോ. എൻ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവും ആയുള്ളവേ, അരിഷ്ട പാപികളായിരിക്കും ഞങ്ങൾ സ്വഭാവത്താൽ പാപമുള്ളവരും അശുദ്ധരും ആകുന്നുവെന്നും നിനക്ക് വിരോധമായി വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും പാപം ചെയ്തിരിക്കുന്നുവെന്നും ഞങ്ങൾ നിന്നോട് ഏറ്റുപറയുന്നു. ആകയാൽ ഞങ്ങൾ അഭയം പ്രാപിപ്പാൻ നിന്റെ അളവറ്റ കരുണയ്ക്കായി ഓടി വരികയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു നിമിത്തം ഞങ്ങളോട് കൃപയുള്ളവനാകണമെന്ന് വിനയമായി യാചിക്കുകയും ചെയ്യുന്നു. മഹാകരുണയുള്ള ദൈവമേ, നിന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് പകരം മരണത്തിന് ഏൽപ്പിച്ചവനെ, ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും അവൻ നിമിത്തം ക്ഷമിക്കണമേ. നിന്നെയും നിന്റെ ഇഷ്ടത്തെയും കുറിച്ചുള്ള സത്യറിവിനെയും നിന്റെ വചനത്തോടുള്ള ഹൃദയപൂർവമായ അനുസരണത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ഒടുവിൽ നിന്റെ കൃപയാൽ നിത്യജീവൻ പ്രാപിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ സ്വർഗസ്ഥ പിതാവാകുന്ന സർവശക്തിയുള്ള ദൈവം നമ്മോട് കൃപയുണ്ടായി തന്റെ ഏകപുത്രനെ നമുക്ക് പകരം മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ നിമിത്തം നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വാഗ്ദത്തം തന്നുമിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ആരംഭവാക്യത്തിന് പകരമായി 70-ാം സങ്കീർത്തനം നമുക്ക് ചേർന്ന് വായിക്കാം. സങ്കീർത്തനം 70 നമുക്ക് ചേർന്ന് വായിക്കാം. ദൈവമേ, എന്നെ വിടുവിപ്പാൻ, യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനം നിൽക്കട്ടെ. നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്നവർക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷ ഇച്ഛിക്കുന്നവർ ദൈവം മഹത്വമുള്ളതെന്ന് പറയട്ടെ. ഞാനും എളിയവനും ദരിദ്രനുമാകുന്നു. ദൈവമേ, എന്റെ അടുക്കൽ വേഗം വരണമേ. നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനും ആകുന്നു. യഹോവേ, താമസിക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദ മനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനായി ദൈവത്തിന്റെ കുഞ്ഞാടായുള്ളവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നതിനെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്,
ക്രിസ്തുവേ, നീ മാത്രം പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നിന്റെ ആത്മാവിമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ദൈവഭക്തിക്കും കാരണത്തിനായി ഞങ്ങളുടെ ഏക സംഗീതവും ദൈവമായിരിക്കും ദൈവമേ, നിന്റെ സഭയുടെ ഭക്തിയോട് കൂടിയ പ്രാർത്ഥന കേൾപ്പാൻ ഒരുങ്ങിയിരിക്കണമെന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ ചോദിക്കുന്ന കാര്യങ്ങൾ വാസ്തവമായി പ്രാപിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി എന്നേക്കും ജീവിച്ചു വാഴുന്ന നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സഭയ്ക്കിരുന്ന് പുതിയ പുസ്തകത്തിൽ 253 പാട്ടുപാടാം. വലിയ പുസ്തകത്തിൽ 548. പുതിയ പുസ്തകത്തിൽ 253 പാട്ട്, വലിയ പുസ്തകത്തിൽ 548 പാട്ട്.
വിശുദ്ധ പെന്തക്കോസ്തിന് ശേഷമുള്ള 23-ാം ഞായറായ ഇന്നത്തേക്ക് വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒന്നാമത്തെ വേദഭാഗം വിശുദ്ധ ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കും. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്തെ. അത് ഒരുത്തൻ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടി അവനെ എതിർപ്പെടുകയോ വീട്ടിൽ ചെന്ന് കൈവച്ച് ചുമരോട് ചാരിയിട്ട് സർപ്പം അവനെ കടിക്കുകയും ചെയ്യുന്നതുപോലെ ആകുന്നു. യഹോവയുടെ ദിവസം വെളിച്ചമല്ല, ഇരുൾ തന്നെയല്ലോ. ഒട്ടും പ്രകാശമില്ലാതെ അന്ധതമസ് തന്നെ. നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു. നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കയില്ല. തടിച്ച മൃഗങ്ങളെ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാനയാഗങ്ങളെ ഞാൻ കടാക്ഷിക്കയില്ല. നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുമ്പിൽ നിന്ന് നീക്കുക. നിന്റെ വീണതാദം ഞാൻ കേൾക്കയില്ല. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. ഇവിടെ ഒന്നാമത്തെ വേദഭാഗം വായിച്ചു തീർന്നു. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ലേഖന വേദഭാഗം വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കും. സഹോദരന്മാരെ, നിങ്ങളെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലായിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനാൽ ശേഷിക്കുന്നവരെല്ലാം നിദ്ര കൊണ്ടവർക്ക് മുമ്പ് ഉണ്ടാകുകയില്ല എന്ന് നിങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിന് മരിച്ച മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവിൻ.
ഇവിടെ ലേഖന വേദപാദം വായിച്ചു തീർന്നു. സഭയ്ക്ക് എണീറ്റ് ഹല്ലേലൂയ പാടും. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷ വേദപാദം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകുമാറാകട്ടെ. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശം ആകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോട് കൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെതിരേൽപ്പാൻ പുറപ്പെടുവിനെന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്നുത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു. വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിക്കുന്നു. ഇവിടെ സുവിശേഷ വേദപാദം വായിച്ചു തീർന്നു. ക്രിസ്തുവേ, നിനക്ക് സ്തോത്രം. വേദപാദങ്ങൾ വായിച്ചു കേട്ട നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണം അനുസരിച്ച് ചെയ്തു പറയും. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ആയ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കപ്പെട്ട് കന്യകയിൽ ജനിച്ച് ഘോഷിക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്ത് ഇരുന്ന് പുതിയ പുസ്തകത്തിൽ 382-ാമത്തെ പാട്ട് പാടാം. വലിയ പുസ്തകത്തിൽ 587-ാമത്തെ പാട്ട്. പുതിയ പുസ്തകത്തിൽ 382-ാമത്തെ പാട്ട്, വലിയ പുസ്തകത്തിൽ 587-ാമത്തെ പാട്ട്. ഈ സമയത്ത് മാസൂരി കാണിക്ക മുൻപോട്ട് കൊണ്ടുവയ്ക്കാവുന്നതാണ്.
പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനും രക്ഷകനുമായ ക്രിസ്തു യേശുവിൽ നിന്നും നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും ലഭിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ പെന്തക്കോസ്തിന് ശേഷമുള്ള 23-ാം ഞായറായ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നേരത്തെ നാം വായിച്ചു കേട്ട 1-ാമത്തെ വേദഭാഗം വിശുദ്ധ ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യം അവിടെ പ്രകാരം കാണുന്നു. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്രേ. അത് ഒരുത്തൻ സിംഹത്തിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടി അവന് എതിർപ്പെടുകയോ വീട്ടിൽ ചെന്ന് കൈവച്ച് ചുവരോട് ചാരിയിട്ട് സർപ്പം അവനെ കടിക്കുകയോ ചെയ്യുന്നത് പോലെ ആകുന്നു. യഹോവയുടെ ദിവസം വെളിച്ചമല്ല, ഇരുൾ തന്നെയല്ലോ. ഒട്ടും പ്രകാശമില്ലാതെ അന്ധതാമസം തന്നെ. നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദേഷിച്ച് നിരസിക്കുന്നു. നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കയില്ല. തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാന യാഗങ്ങളെ ഞാൻ കടാക്ഷിക്കയില്ല. നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുമ്പിൽ നിന്ന് നീക്കുക. നിന്റെ വീണാനാദം ഞാൻ കേൾക്കയില്ല. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ശബത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ശബത്ത് ദിവസത്തിൽ അങ്ങയുടെ സ്ഥലത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, ദൈവം യഥാർത്ഥമായിട്ട് അങ്ങേ ആരാധിക്കുവാൻ, ഞങ്ങളെ പൂർണ്ണമായിട്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ അങ്ങ് തന്ന അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളിപ്പോൾ അങ്ങയുടെ വചനങ്ങളെ കേൾക്കുവാനായി ധ്യാനിക്കുവാനായിട്ട് ഇവിടെ ആയിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കായിട്ട് തന്ന ഈ തിരുവചനങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു. ദൈവമേ, വചനം കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും വചനം സംസാരിക്കുന്ന അടിയനെയും അങ്ങയുടെ ആത്മാവിനെ നിറയ്ക്കണമേ. വചനം സത്യത്തിലും വിശുദ്ധിയിലും നിർമ്മലതയിലും കൈക്കൊള്ളുന്നതിനും വചനപ്രകാരം ജീവിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പ്രിയ പിതാവേ. ആമേൻ. ക്രിസ്തു യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ 3 ധ്യാനഭാഗങ്ങൾ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വേദഭാഗങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവ് എപ്രകാരമാണ് എന്നുള്ളത് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിനായിട്ട്
നാം ഒരുങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ധ്യാനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും വരുന്ന കർത്താവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നാം ഒരുങ്ങണം. ക്രിസ്തുവിന്റെ വീണ്ടും വരവിൽ ലോകാവസാനം നിശ്ചയമായിട്ട് സംഭവിക്കുമെന്നുള്ളതാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ലോകത്തിന്റെ അവസാനം അത് നിശ്ചയമായിട്ട് സംഭവിക്കും. പാപം അതിന്റെ ഉച്ചസ്ഥായി എത്തി നിൽക്കുമ്പോൾ, തിന്മ അതിന്റെ ഉച്ചസ്ഥായി എത്തുന്ന സമയം കർത്താവിന്റെ വരവ് ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കർത്താവിന്റെ ദിവസത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് ക്രിസ്തുവിന്റെ വരവിന്റെ ദിവസം അല്ലെങ്കിൽ ദൈവത്തിന്റെ ദിനം എന്ന് പറയുമ്പോൾ, യഹോവയുടെ ദിവസം എന്ന് പറയുമ്പോൾ അത് എല്ലാ മനുഷ്യർക്കും സന്തോഷത്തിന്റെ ദിവസമല്ല എന്നുള്ളതാണ്. കർത്താവിനായിട്ട് കാത്തിരിക്കുന്നവർക്ക്, ആത്മാവിനും സത്യത്തിലും കാത്തിരിക്കുന്നവർക്ക്, ഭൗതികമായും ആത്മീയമായിട്ടും ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുന്നവർക്ക് അത് സന്തോഷത്തിന്റെ ദിവസമായിരിക്കും. എന്നാൽ കർത്താവിന് വേണ്ടി ഒരുങ്ങാത്തവർക്ക് അത് ദുഃഖത്തിന്റെ ദിവസമായിരിക്കും എന്നുള്ളതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ധ്യാനഭാഗത്ത് അവിടെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. നീതിയും ന്യായവും അത് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ആമോസ് 5:24 പറയുന്നു, എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ എന്നാണ്. വീണ്ടും വരുന്ന കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന നീതിയിലും ന്യായത്തിലും വളരെയണം എന്നുള്ളതാണ്. ഇന്ന് ക്രിസ്തീയ സമൂഹം നോക്കാമെങ്കിൽ, ക്രിസ്തീയ തലങ്ങൾ നോക്കാമെങ്കിൽ, എല്ലാ തലങ്ങളിലും അനീതിയും അന്യായവും വർദ്ധിച്ചു വരുന്നത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നീതി ന്യായവുമുള്ളവരായിട്ട് നാം കാണപ്പെടണം എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞതുപോലെ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകണം എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നീതിയും ന്യായവും എപ്രകാരമുണ്ട് എന്നുള്ളത് ഇവിടെ പറയുകയാണ്. ഇവിടെ ദൈവജനത്തോട് പറയുന്നു, നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുൻപിൽ നിന്ന് നീക്കുക, നിന്റെ വീണാനാദം ഞാൻ കേൾക്കയില്ല എന്നാണ്. പുറമേയുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ ഞാൻ പ്രസാദിക്കുന്നില്ല എന്നാണ്. ജനത്തെക്കുറിച്ച് പറയുമ്പോൾ ജനം പുറമേയുള്ള യാഗങ്ങളിലും മറ്റുള്ള ആചാര അനുഷ്ഠാനങ്ങളിലും മുന്തിയിരിക്കുകയാണ്. പക്ഷേ നീതിയും ന്യായവും അല്പം പോലുമില്ല. ഇവിടെ പറഞ്ഞതനുസരിച്ച് 21-ാമത്തെ വാക്യം ആമോസ് 5:21 പറയുന്നു, നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ നിരസിക്കുന്നു, നിങ്ങളുടെ സഭാ യോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല, നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കുകയില്ല എന്നാണ്. 23-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുൻപിൽ നിന്ന് നീക്കുക, നിന്റെ വീണാനാദം ഞാൻ കേൾക്കയില്ല എന്നാണ്. എന്തുകൊണ്ട് ദൈവജനത്തിന്റെ യാഗങ്ങളെ കൈക്കൊള്ളുന്നില്ല? എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? കാരണം പുറമേയുള്ള ബാഹ്യമായ പ്രവൃത്തികളല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ യഥാർത്ഥമായ പ്രവൃത്തികളാണ്, അകമേയുള്ള പ്രവൃത്തികൾ. പുറമേ നല്ല രീതിയിൽ അല്ലെങ്കിൽ പുറമേ നല്ല ദൈവമക്കളായിട്ട് കാണപ്പെടുകയാണ്, പക്ഷേ അവരിൽ നന്മയുടെ അംശം പോലും കാണാനായിട്ടില്ല. പുറമേ നന്നായിട്ട് ആരാധിക്കുന്നു, നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് കാണിക്ക കൊടുക്കുന്നു, ധാരാളം കാര്യങ്ങൾ മുന്തിയിരിക്കുന്നു, പക്ഷേ നന്മ അല്പം പോലുമില്ല. വായ് കൊണ്ട് ദൈവത്തോട് അടുത്തിരിക്കുന്നു, നാവ് കൊണ്ട് ദൈവത്തോട് അടുത്തിരിക്കുന്നു, ഹൃദയം കൊണ്ട് വളരെ അകലെയായിരിക്കുന്നു. ഇന്ന് അങ്ങനെ ആയിരിക്കും ധാരാളം പേരുണ്ട്. അങ്ങനെ ദൈവത്തെ ആരാധിക്കും ധാരാളം പേരുണ്ട്. ഇന്ന്
കാണുന്ന ആരാധനകൾ നോക്കാമെങ്കിൽ ആത്മീയ തലങ്ങളിൽ നാം കാണുന്ന പല ആരാധനകളിലും ഇതാണ്. പുറമേ ബാഹ്യമായ പ്രകടനങ്ങളാണ്. ഇവിടെ 5 കന്യകമാർ, ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ മടങ്ങി വന്ന് കർത്താവെ കർത്താവെ വിളിച്ചതുപോലെ അവരിൽ നന്മയുടെ പ്രവൃത്തിയുമില്ല. പക്ഷേ പുറമെ ഭയങ്കര വിളിയാണ്, ഭയങ്കര ഭക്തി അഭിനയങ്ങളാണ്. അതൊന്നും കർത്താവ് പ്രസാദപരമായിട്ട് കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. ദൈവം ഇഷ്ടപ്പെടാത്ത കപടഭക്തിയുടെ നാളുകളാണ് ഇതെന്ന് തിരുവചനം പറയുകയാണ്. ദൈവം ഇഷ്ടപ്പെടാത്ത കപടഭക്തിയുടെ നാളുകൾ. ഇന്ന് ഭക്തി പ്രകടനങ്ങളാണ് നാം കാണുന്നത്. എല്ലാ തലങ്ങളിലും നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ നീതിയും ന്യായവും ഉണ്ടോ? ക്രിസ്തീയ തലങ്ങളിൽ നോക്കാം, നമുക്ക് ധാരാളം കാണാം. എവിടെ നോക്കിയാലും ക്രിസ്ത്യാനികളായ അധികാരികളെ നോക്കാം, ക്രിസ്ത്യാനികളായ നേതാക്കളെ നോക്കാം. ഇവരിലൊക്കെ എത്രമാത്രം നീതിയും ന്യായവും എന്ന് കാണുന്നു. ദൈവമക്കൾ എന്ന് പറഞ്ഞു നടക്കുന്ന നമ്മിൽ നീതിയും ന്യായവും വർദ്ധിക്കുന്നുണ്ട്. പലപ്പോഴും അനീതി, അന്യായം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അനീതിയും അന്യായം പ്രവർത്തിക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരുടെ നീതിയും കൂടെ എടുത്തു കളയുന്നവരായി, മറ്റുള്ളവരുടെ ന്യായം കൂടെ ചോദ്യം ചെയ്യുന്നവരായിട്ട് പലപ്പോഴും കാണപ്പെടുകയാണ്. അതെ, അങ്ങനെ അനീതി പ്രവർത്തിക്കുന്നവർക്ക്, തിന്മ പ്രവർത്തിക്കുന്നവർക്ക് ദുഃഖത്തിന്റെ നാളുകൾ ഇതാ വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കർത്താവിന് വേണ്ടി കാത്തിരിക്കാത്തവർക്ക് ദുഃഖത്തിന്റെ നാളുകളാണ്. നാം വായിച്ച സുവിശേഷ ഭാഗത്ത് അവിടെ 10 കന്യകമാരുടെ ഉപമയാണ് നാം വായിച്ചു കേട്ടത്. 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയുള്ളവർ വിളക്കെടുത്തപ്പോൾ എണ്ണ കൂടെ എടുത്തു, ബുദ്ധിയില്ലാത്തവർ എണ്ണ എടുത്തില്ല. അവർ മണവാളന്റെ വരവ് താമസിച്ചപ്പോൾ അവർ 10 പേരും മയക്കം പിടിച്ചുറങ്ങുകയാണ്. പെട്ടെന്ന് ഇതാ മണവാളൻ വരുന്നുവെന്ന് ആർപ്പുവിളി ഉണ്ടാകുന്നു. 10 കന്യകമാരി എണീറ്റ് വിളക്ക് തെളിയിക്കുന്ന സമയത്ത് 5 പേർക്ക് എണ്ണയില്ല. ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിളക്കിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന എണ്ണ ഇല്ല. എണ്ണയില്ലാതെ കാത്തിരുന്നിട്ട് എന്താണ് പ്രയോജനം? പരിശുദ്ധാത്മാവിൽ ഒരുങ്ങാതെ, വചനപ്രകാരം ഒരുങ്ങാതെ ഇരുന്നിട്ട് എന്താണ് പ്രയോജനം? ആത്മാവിൽ നിറയാതെ എന്താണ് പ്രയോജനം? ഇവിടെ പരിശുദ്ധാത്മാവാണ് എണ്ണയുടെ പ്രതീകമായിട്ട് കാണുന്നത്. എന്നാൽ അവർക്ക് ആത്മീയമായ ഒരു ഒരുക്കം ഉണ്ടായിരുന്നില്ല. നമ്മെ ആരെങ്കിലും ഏതെങ്കിലും വിവാഹത്തിന് ക്ഷണിച്ചാൽ, കല്യാണത്തിന് ക്ഷണിച്ചാൽ നാം നന്നായിട്ട് കുളിച്ച് ഫ്രഷായി നല്ല വസ്ത്രം ധരിച്ച് നന്നായിട്ട് ഒരുങ്ങിപ്പോകാറുണ്ട്. എന്നാൽ ഇവിടെ അർത്ഥമാക്കുന്നത് ആത്മീയമായ ഒരുക്കമാണ്, ഭൗതികമായ ഒരുക്കമല്ല. ആത്മീയമായ ഒരുക്കം ഏറ്റവും പ്രധാനമായിരിക്കുകയാണ്. ആത്മീയമായിട്ട് കർത്താവിന് വേണ്ടി നാം ഒരുങ്ങുന്നുണ്ടോ? കർത്താവിന്റെ വിരുന്നിനായിട്ട് നാം ഒരുങ്ങുന്നുണ്ടോ? വീണ്ടും വരുന്ന കർത്താവിന് വേണ്ടി നാം എത്രമാത്രം ഒരുക്കത്തോടു കൂടെ ആയിരിക്കുന്നു? ഇവിടെ 5 പേർ ആ സമയത്ത് എണ്ണയ്ക്ക് വേണ്ടി പോവുകയാണ്. കർത്താവ് വരുമ്പോൾ ഒരുങ്ങാമെന്ന് കരുതുന്നവർ, എങ്ങനെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പോട്ടെ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ദൈവിക കാര്യങ്ങൾ കൂടുതൽ വ്യാപൃതമാകാം, ദൈവത്തോട് കൂടുതൽ അടുത്ത് വരാം, ആരാധനയിൽ കൂടുതൽ സജീവമായിട്ട് പങ്കെടുക്കാം, ഇപ്പോൾ ഇങ്ങനെ പോകട്ടെ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് റെഡിയാകാം, സമയമാകുമ്പോ ഒരുങ്ങാം എന്ന് ചിന്തിക്കുന്നവർ. ഇവിടെ 5 പേർ ഒരുങ്ങാതെ ഇരുന്നു. മണവാളന് വന്ന സമയത്ത് അവർക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അവർ ഒരുങ്ങിയിരുന്നില്ല. സമയമാകുമ്പോൾ ഒരുങ്ങാമെന്ന് കരുതിയിരുന്നവർക്ക് ഒരുങ്ങാനായിട്ട് സാധിച്ചില്ല. അവർ വില കൊടുത്ത് വാങ്ങുവാൻ പോകുന്ന സമയത്ത് മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ കല്യാണ സദ്യക്ക് പോയി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം മടങ്ങി വന്ന മറ്റ്5 പേർ വിളിക്കുകയാണ്, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കിടണേ എന്ന് വിളിക്കുകയാണ്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയാണ്. കർത്താവ് പറയുന്നു, ഞാൻ വാസ്തവമായിട്ട് നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് പറയുന്നു എന്നാണ്. അത് അവന്റെ ഇഷ്ടം ചെയ്യാത്തവരെ അവൻ അറിയുന്നില്ല. നന്മ പ്രവർത്തിക്കാത്തവർക്ക് അവന്റെ രാജ്യത്തിൽ അവകാശമില്ല. ഒരുങ്ങാത്തവർക്ക് അവന് സ്വീകരിക്കുവാൻ സാധ്യമല്ല. ആത്മാവിലും സത്യത്തിലും നാം ഒരുങ്ങണം. കർത്താവിന്റെ വരവിന്റെ ദിവസം എന്ന് പറയുമ്പോൾ അത് ദൈവമക്കൾക്ക് അവരുടെ പ്രത്യാശയുടെ, അവരുടെ കാത്തിരിപ്പിന്റെ നിറവേറലാണ്.
കർത്താവ് എപ്പോൾ വന്നാലും അവനെ സ്വീകരിക്കുവാനൊക്കെ വണ്ണം ഒരുങ്ങിയിരിക്കുകയാണ്. നാം വായിച്ചു കേട്ട ലേഖന വേദഭാഗം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യം നോക്കുമ്പോൾ അവിടെ കർത്താവിന് എതിരേൽക്കുവാനായിട്ടുള്ള ഒരുക്കത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 16-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു, 1 തെസ്സലോനിക്കർ 4:16 പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവ് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നാണ്. അപ്പോ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് മേഘങ്ങളിൽ കർത്താവ് എതിരേൽക്കുവാനായിട്ട് ഉയർത്തപ്പെടും, മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. കർത്താവിന്റെ വരവിനെ കുറിച്ച് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നാം എത്രമാത്രം കർത്താവിന് വേണ്ടി ഒരുങ്ങുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പുറമേയുള്ള ഒരു ഒരുക്കമല്ല, പുറമേ ദൈവഭക്തരായിരുന്നത് കൊണ്ടായില്ല. നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടോ, നീതിയും ന്യായവും നമ്മിൽ വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മിൽ നന്മയില്ലെങ്കിൽ, നന്മയുടെ പ്രവൃത്തികൾ നാം ചെയ്യുന്നില്ലെങ്കിൽ, നാം നീതിയും ന്യായം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആരാധനകൾ ദൈവം പ്രസാദിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ 1-ാമത്തെ വേദഭാഗത്ത് നാം വായിച്ചു കേട്ടത്, ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിച്ചത്. അതെ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ യാഗങ്ങൾ അവൻ പ്രസാദിക്കുന്നില്ല, അവൻ കൈക്കൊള്ളുന്നില്ല. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെ, നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെ? പറയുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്നായാൽ ദൈവം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെയാണ്, നാം പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. കർത്താവ് നമ്മുടെ പ്രവൃത്തികളെ നോക്കുന്നു എന്നുള്ളത് ഇവിടെ പറയുകയാണ്. ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ യോഗ്യരാക്കുകയാണ്, ദൈവരാജ്യത്തിന് നമ്മെ യോഗ്യരാക്കുന്നു. ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്, ദൈവരാജ്യത്തിന് നമ്മെ അവകാശികളാക്കി തീർത്തിരിക്കുകയാണ്. ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട നാം അവന് വേണ്ടി നാം ഒരുങ്ങണം, അവനെ സ്വീകരിക്കുവാനൊക്കെ വേണം നാം ഒരുങ്ങണം. ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ, പാപം നിറഞ്ഞ ഈ ലോകത്ത് പാപത്തിൽ നാം ആയിത്തീരുവാനായിട്ടുള്ള സാധ്യത ധാരാളമാണ്. എന്നാൽ പാപം നിറഞ്ഞ ഈ ലോകത്ത് പാപമില്ലാത്തവരായിട്ട് നാം ജീവിക്കുകയാണ്. ഉപ്പുവെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തെ പോലെ, അത് ഉപ്പിലാണ് ജനിക്കുന്നത്, ഉപ്പിലാണ് വളരുന്നത്. എന്നാൽ ഉപ്പിൽ നിന്ന്, ഉപ്പുവെള്ളത്തിൽ നിന്ന് മത്സ്യത്തെ എടുക്കുമ്പോൾ അതിന് വൃത്തിയായിട്ട് കഴുകുമ്പോൾ ഉപ്പിന്റെ അംശമില്ല, വീണ്ടും നാം അതിൽ ഉപ്പ് ചേർക്കുകയാണ്. അതുപോലെ പാപം നിറഞ്ഞ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ പാപത്തിൽ നാം ജീവിക്കുന്നു, പാപത്തിൽ നാം കിടക്കുന്നു, പാപത്തിൽ വസിക്കുന്നു. പാപം നിറഞ്ഞ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ പാപമില്ലാത്തവരായിട്ട് നാം ജീവിക്കുക. നമ്മെ നോക്കുമ്പോൾ നാം നന്മയുള്ളവരായിട്ട് നാം കാണപ്പെടേണ്ടതായിട്ടുണ്ട്. നാം തിന്മ പ്രവർത്തിച്ച് നാം നന്മയില്ലാത്തവരായിട്ട് ജീവിച്ചിട്ട് എത്ര നേർച്ച കാഴ്ചകൾ നടത്തിയിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. എത്രമാത്രം കർത്താവെ കർത്താവെ വിളിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പുറമേയുള്ള ബാഹ്യ പ്രകടനങ്ങളൊന്നും തന്നെ നമ്മെ ദൈവരാജ്യത്തിന് അർഹരാക്കുന്നില്ല. ദൈവത്തിന്റെ കൃപ നാം അനുഭവിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൽ വിളങ്ങുന്ന ദൈവത്തിന്റെ കൃപ നാം അനുഭവിക്കുന്നു. ക്രിസ്തുവിലൂടെ കൃപയാൽ ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. എത്രമാത്രം ഇരുട്ട് കൂടുന്നുവോ അതനുസരിച്ച് വെളിച്ചവും കൂടുമെന്ന് ഇവിടെ തിരുവചനം പറയുകയാണ്. അവസാന കാലത്ത് തിന്മ അധികരിക്കുമ്പോൾ വിശ്വാസികൾ നന്മയും നീതിയും സ്നേഹവും വർദ്ധിക്കുന്നവരായിട്ട് ഉള്ളവരായിട്ട് കാണപ്പെടുമെന്ന് ഇവിടെ പറയുകയാണ്. ഇന്ന് തിന്മ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പാവം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളായ നമ്മിൽ നന്മയും നീതിയും സ്നേഹവും അധികരിക്കുന്നുണ്ടോ, അധികമായിട്ട് വളരുന്നുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കണം. കർത്താവിന്റെ ദിവസത്തിനായി ഒരുങ്ങിയിരിക്കുവാനായിട്ട് ഇവിടെ പറയുന്നു. കർത്താവിന്റെ വരവ് നമുക്കറിയത്തില്ല.
കർത്താവിന്റെ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. കർത്താവിന്റെ വരവിനായിട്ട് നാം ഒരുങ്ങിയിരിക്കുവാനെ ഇവിടെ പറയുകയാണ്. എങ്ങനെ ഒരുങ്ങണം? നീതിയും ന്യായവും ഉള്ളവരായി, നന്മയുള്ളവരായിട്ട് ഒരുങ്ങണം. വചനപ്രകാരം ജീവിക്കുന്നവരായി നാം ഒരുങ്ങണം. ദൈവവചനത്തിലൂടെ, ആത്മാവിലൂടെ, സാക്രമെന്റുകളിലൂടെ നമ്മെ ഒരുക്കുകയാണ്. വചനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ, സാക്രമെന്റുകളിലൂടെ നമ്മെ ശക്തീകരിക്കുന്നു. കർത്താവിൽ സ്വീകരിക്കുന്നതോടെ നമ്മൾ ഒരുക്കുകയാണ്. ഇന്ന് നമ്മുടെ ചുറ്റും പാപം വർദ്ധിക്കട്ടെ, തിന്മ വർദ്ധിക്കട്ടെ. എന്നാൽ നാം അതിനനുസരിച്ച് പോകാതെ തിന്മയ്ക്കെതിരായിട്ട് ജീവിക്കുന്നവരായിട്ട് നാം കാണപ്പെടുകയാണ്. ജീവനുള്ള മത്സ്യങ്ങൾ ഒഴുക്കിനെതിരായിട്ട് നീങ്ങും. ചത്ത മത്സ്യങ്ങൾ ഒഴുക്കനുസരിച്ച് പോകും. ജീവനുള്ള മത്സ്യങ്ങൾ ഒഴുക്കിനെതിരായിട്ട് നീങ്ങും. അതെ, തിന്മ നിറഞ്ഞ ഈ ലോകത്ത് നന്മയുള്ളവരായിട്ട്, ജീവനുള്ളവരായിട്ട് നാം കാണപ്പെടുക. പാപത്തിൽ മരിച്ചവരായിരിക്കുവാനല്ല, പാപത്തിനെതിരായിട്ട് ജീവിക്കുന്നവരായി, നന്മയുള്ളവരായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുകയാണ്. ജഡത്തിന് പൂർണ്ണമായിട്ട് നാം വിധേയപ്പെടാതെ ആത്മാവിന്റെ ഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നാം എങ്ങനെയായിരിക്കുന്നു? ദൈവം നമ്മിൽ നീതി ന്യായവും നോക്കുമ്പോൾ എല്ലാ തലങ്ങളിലും നീതി ന്യായമുള്ളവരായിട്ട് നാം കാണപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. ആത്മീയമായി, ഭൗതികമായി കർത്താവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. നാളെ ആകട്ടെ അല്ലെങ്കിൽ പിന്നെ ആകട്ടെ എന്ന് ചിന്തിക്കാതെ ഇപ്പോൾ ആണ് സമയമെന്ന് ചിന്തിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ട് നമുക്ക് ഒരുങ്ങിയിരിക്കാം. കർത്താവ് ഇപ്പോൾ വന്നാലും അവർ സ്വീകരിക്കുവാനൊക്കെ ഒരുക്കമുള്ളവരായി, വാഞ്ചയുള്ളവരായിട്ട് നമുക്ക് കാത്തിരിക്കാം. അതിനായി ദൈവത്തിന്റെ ആത്മാവിലൂടെ നമ്മെ ഏവരെയും സഹായിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും കവിതയിലേക്ക് സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നേറ്റ് ധർമ്മശേഖര വാക്കും ചൊല്ലി പ്രാർത്ഥിക്കും. ദൈവമേ, അനുഗ്രഹീതവും മനോഹരവുമായ ഈ കൂട്ടായ്മയ്ക്കായിട്ട് നാം പറയും. പല ജീവിത സാഹചര്യങ്ങളിലായിരുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും ഈ വിശുദ്ധ ദിവസത്തിൽ, ഈ സമയത്ത് നമ്മുടെ സന്നിധിയിലായിരിക്കുവാൻ, മനസ്സോടെ അങ്ങേ ആരാധിക്കുവാൻ അങ്ങ് തന്ന കൃപയ്ക്കായി നമ്മുടെ സന്നിധി ഞങ്ങൾ ചെലവിടുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാവുമാണ്. അപ്രകാരത്തിന്റെ ദിവസത്തെ ഈ സമയത്ത് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നടത്തുന്നതിനായി പരിശുദ്ധ പിതാവെ, അങ്ങ് ഞങ്ങൾ കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. നല്ല നിലമാവുന്ന ഹൃദയത്തിൽ ഞങ്ങൾ വചനങ്ങളെ നിക്ഷേപിപ്പാൻ 30, 60, 100 മേൽ ഫലം കൊടുപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധ കർത്താവെ, ഞങ്ങളുടെ വീണ്ടും വരവിന് വേണ്ടി ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശരിയായ ഒരുക്കം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിൽ എപ്പോഴും നിറഞ്ഞിരിക്കുവാനൊക്കെ അന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീതി ന്യായവും പ്രവർത്തിക്കുന്നവരാൽ, നന്മ ചെയ്യുന്നവരാൽ, അങ്ങയുടെ ഹിതം പ്രവർത്തിക്കുന്നവരാൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവങ്ങളുടെ ശക്തിയിൽ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരും നമുക്ക് പ്രാർത്ഥിക്കണമേ. പേർക്കേരായി കുടുംബമായി അനുഗ്രഹിക്കണമേ. ഒരു ഉള്ളത്തിലെയും പ്രാർത്ഥനകൾ കർത്താവ് കാണുന്നുവല്ലോ, ഒരു കുടുംബത്തിന്റെയും അവസ്ഥകൾ കർത്താവ് അറിയുന്നുവല്ലോ. ഒരു ഉള്ളത്തിലെയും പ്രാർത്ഥനകൾ പുസ്തകമാണ്.
കുടുംബത്തിന്റെ അവസ്ഥകൾ ഒത്തവണ്ണം പ്രവർത്തിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ വാർദ്ധക്യ അവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായ എല്ലാ പ്രയാസങ്ങളും നീക്കണമേ. വാർദ്ധക്യത്തിലും ഫലം കായ്പാൻ നമ്മുടെ സാക്ഷികളായി തുടങ്ങുവാൻ സഹായിക്കണമേ. അന്ത്യത്തോളം വിശ്വാസ സ്ഥിരത പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മുതിർന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാരായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ അനുരൂപരായി തീരാതെ കർത്താവ് വചനങ്ങളെ ശോധന ചെയ്യുന്നവരായി, കർത്താവ് വചനങ്ങളെ മുറുകെ പിടിച്ച് മുന്നേറുന്നവരായി, കർത്താവിനെ അനുഗ്രഹിക്കുന്നവരായി കാണപ്പെടുവാൻ സഹായിക്കണമേ. ഈ ലോകവും അതിന്റെ മോഹവും മാറിപ്പോകുന്നവരോ, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്ന വചനത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നവരോ, നമ്മുടെ ഇഷ്ടം ചെയ്യുന്നവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി കാണപ്പെടുവാൻ സഹായിക്കണമേ. തങ്ങളുടെ യൗവനം അർത്ഥപൂർണമായിട്ട് മാറ്റുവാൻ കർത്താവ് യൗവനക്കാരെ മക്കളെ സഹായിക്കണമേ. പരിശുദ്ധ കർത്താവെ, ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഓർക്കുന്നു, കൈക്കുഞ്ഞുങ്ങളെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. കർത്താവെ, കാന്തികവും പ്രകാശവുമാകുന്ന വചനത്തിൽ വേരൂന്നി വളരുവാൻ, വചനത്തിൽ നിലനിൽക്കുവാൻ, ശരിയായ ഫലം നൽകുവാൻ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവെ, സാമ്പത്തികമായി ജീവിതത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരിയായ വിഭജന മാർഗങ്ങളെ ബുദ്ധിമുട്ടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം കടപ്പാരങ്ങളെ നീക്കണം, സാമ്പത്തിക വിരുദ്ധങ്ങളെ നീക്കണമേ. ശരിയായ വരുമാന മാർഗങ്ങളെ തുറന്നു നൽകണമേ. സമൃദ്ധി ജീവിതത്തിൽ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവലോകാവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിലും ഭവനങ്ങളിലും നമ്മുടെ സന്നിധിയിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, പ്രാർത്ഥിക്കണമേ, കടാക്ഷിക്കണമേ. പൂർണ്ണമായ രോഗസൗഖ്യം വിടുതലൊക്കെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മാനസിക പ്രയാസത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളിൽ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഭാരം വേദന കർത്താവ് നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കാറ്റാണി ഹോസ്പിറ്റലുകൾ സത്യായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പ്രകാരം ഒരു സഭ നൽകിയതിനായിട്ട് നന്ദി പറയുന്നു. ദൈവം ഞങ്ങളുടെ സഭ ആത്മീയമായും ഭൗതികമായും വളർന്ന് പന്തലിക്കുവാൻ, ഈ കാറ്റാണി ദേശത്ത് ഈ സഭ പടർന്ന് വ്യാപിപ്പാൻ, പന്തലിക്കുവാൻ സഹായിക്കണം. ഈ ദേശവാസികൾ കർത്താവ് ഒരുക്കുന്ന ഈ രക്ഷ കാണുവാൻ, കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷ നേടുവാൻ കർത്താവ് സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് ഞങ്ങളുടെ ആത്മാവിനെ പകരണമേ. കർത്താവെ, ദേശവാസികൾ ആത്മാവിൽ നിലപ്പെടുവാൻ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയുടെ വിവിധ സംഘടനകളെ പ്രാർത്ഥിക്കുന്നു. വനിതാ സംഘം, യൂത്ത് ഫെലോഷിപ്പ്, ബാലസമാജം എന്നീ സംഘടനകളെ പ്രാർത്ഥിക്കുന്നു. സംഘടനകളിൽ അനുഗ്രഹിക്കണമേ. സംഘടനകൾക്ക് ശക്തിപ്പെടുവാൻ, ബലപ്പെടുവാൻ എന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ അധികാരികളെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നീതിയോട് ന്യായത്തോട് പ്രവർത്തിപ്പാൻ, ദൈവമനുസരിച്ച് പ്രവർത്തിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. ഞങ്ങളുടെ ആലയത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതുവരെ നിങ്ങൾ അത്ഭുതകരമായി ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് നടത്തിയത് ഓർത്ത് നന്ദി പറയുന്നു. ഇനി ധാരാളം പണികൾ അവശേഷിക്കുന്നുവല്ലോ. കർത്താവ് പണികൾ ചെയ്ത് ആലയത്തിൽ പണികൾ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അന്ന് തന്നെ ഈ ആലയത്തിൽ പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാലയങ്ങൾ നിർമ്മിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ അത്ഭുതം ചെയ്യണമേ, അതിശയം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ രാജ്യത്തിന്റെ അധികാരികളെ ഓർത്ത്, നിങ്ങളുടെ സഭയുടെ അധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകത്ത് ബാധിച്ചിരിക്കുന്ന കോവിഡ്-19 എന്ന ഈ മഹാമാരിയെ നീക്കണം. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളം പേർ കോവിഡ് ബാധിച്ച് കഷ്ടത അനുഭവിക്കുന്നവർ, ധാരാളം പ്രതികൂലങ്ങൾ പ്രതിസന്ധികളുമായിരിക്കുന്നവർ, കർത്താവ് അവസ്ഥയിൽ മാറ്റം വരുത്തണം. ശരിയായ മെഡിസിൻ കണ്ടെത്തുവാൻ, ശരിയായ ചികിത്സ ലഭിക്കാനായിട്ട് ഇടയാക്കണം. ഈ കൊറോണ എന്ന മഹാമാരിയെ നീക്കണം. ഈ കൊറോണ വൈറസിന് ലോകത്ത് നീക്കണം. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമേ പ്രാർത്ഥിക്കുന്നു. രക്ഷിത കർത്താവ്, നിങ്ങളുടെ പാർട്ടിക്കുന്ന കൂടെ നിങ്ങളെ നയിക്കണം. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ. ഇപ്പോൾ പുതിയ പുസ്തകത്തിൽ 467 പാട്ട് പാടാം. വലിയ പുസ്തകത്തിൽ 615 പാട്ട്. പുതിയ പുസ്തകത്തിൽ
467 പാട്ട്, വലിയ പുസ്തകത്തിൽ 615 പാട്ട്.
പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. മാസ്റ്റൂരി കാണിക്ക സമർപ്പിച്ചിരിക്കുന്നവർ ക്രിസ്തുദാസ് ആൻസിൽ, അന്നമ്മ ഊന്നാമ്പാറ, തങ്കമണി പിന്നാങ്കോണം, സിർലസിദാസ് ആൻസിൽ, ചാൾസ് കാച്ചാണി, റീന ഊന്നാമ്പാറ, രവീന്ദ്രൻ ഊന്നാമ്പാറ, റവറണ്ട് RS മനോജ് മിഷൻ വീട്, സുൻരാജ് നവജീവൻ, രാജു ഡി നെല്ലിവിള, സുശീലാദാസ് കൊച്ചു കരിക്കകം, ഡേവിഡ് കൈപ്പള്ളിക്കോണം, ദീപു ലിവിങ്സ്റ്റൺ, വസന്ത വാര്യക്കോണം, സരോജിനി കോവിൽ വിളാക. ആലയത്തിന്റെ നിർമ്മാണങ്ങൾക്കായിട്ട് കവറ് കാണിക്ക സമർപ്പിച്ചിരിക്കുന്നവർ യേശുദാസ് ഊന്നാമ്പാറ, സിർ SC ദാസ് ഒലിവർ, ക്രിസ്തുദാസ് ആൻസിൽ, സെൽവരാജ് കുരിശിങ്കൽ. വിശേഷാൽ കാണിക്ക സമർപ്പിച്ചിരിക്കുന്നവർ പ്രതീക്ഷ ആൻഡ് പ്രദീപ് കുഞ്ഞാങ്കോണം, രവീന്ദ്രൻ ഊന്നാമ്പാറ, റജിമോൻ ടി, ജിഷ ദീപു, അമൽദേവ് അക്സ ജയ, ക്രിസ്റ്റോസ് റോയ്, റിയാൻഷ് കളത്തുകാർ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെ അനുഗ്രഹങ്ങളുടെ ഉറവിടമായിരിക്കുന്ന ദാതാവായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വീണ്ടും പ്രാർത്ഥനകളുമായി സ്തുതി സ്തോത്രങ്ങളുമായി നേർച്ചകളുമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് വരുന്നു. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ ഓർക്കുമ്പോൾ, അങ്ങ് ഞങ്ങളുടെ നടത്തിയിടങ്ങളെ ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾക്കത് എണ്ണുവാൻ, അത് ഓർക്കുവാൻ അസാധ്യമാണ്. അത്രമാത്രം അത്ഭുതകരമായി അതിശയകരമായിട്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും അങ്ങനെ നടത്തുന്ന വിധങ്ങൾക്കായി ദൈവം ഞങ്ങളുടെ സന്നിധി കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഈ സമയം ഓർത്തു. ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ആരാധനയിൽ ഓൺലൈനായിട്ട് പങ്കെടുക്കുന്നവരെയും ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കും. അങ്ങയുടെ ആരാധനയുടെ അനുഗ്രഹത്തെ പ്രിയമക്കൾക്ക് നിന്ന് പ്രദാനം ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയപ്പെട്ടവർ നമ്മുടെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്രകാലത്ത് സ്വീകരിക്കണം. നൽകിയ ഓരോ കരങ്ങളെയും അനുഗ്രഹിക്കണമേ. കൂടുതലായി ആലയത്തിന് വളർച്ചയ്ക്ക് വേണ്ടി നൽകുവാനുള്ള സാമ്പത്തികമായ സമൃദ്ധിയും സാമ്പത്തിക ബന്ധവും സാമ്പത്തിക മുഖാന്തരങ്ങളിൽ നിന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയിരിക്കുന്ന സ്തോത്രകാലത്തും സ്വീകരിക്കണം. പരിശുദ്ധ കർത്താവെ, മാസൂരി കാണിക്കുന്ന അറിയിക്കുന്ന കുടുംബങ്ങളെ ഓർക്കും. ഒരു മാസക്കാലം കർത്താവ് നൽകിയ നന്മയുടെ ഒരു ഭാഗം ദശാംശമായി സമർപ്പിപ്പാൻ ഈ കുടുംബങ്ങളെ സഹായിച്ച കൃപയ്ക്കായിട്ട് ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ കുടുംബങ്ങൾ യഥാർത്ഥ ക്രിസ്തീയ കുടുംബങ്ങളായി ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി വിളങ്ങുവാൻ സഹായിക്കണം. നൽകിയിരിക്കുന്ന മാസൂരി കാണിക്കുന്ന സ്വീകരിക്കണം. പരിശുദ്ധ കർത്താവെ, ആലയത്തിന്റെ നിർമ്മാണങ്ങൾക്കായിട്ട് കവർ കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നു. ആലയത്തെക്കുറിച്ചുള്ള ആ എരിവിനായിട്ട് നന്ദി പറയുന്നു. ആലയത്തെക്കുറിച്ചുള്ള കരുതലിനായി സ്മരിക്കുന്നു. ദൈവം കൂടുതലായിട്ട് ആലയത്തിന് പണികൾ വ്യാപകമാകുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സമർപ്പിച്ചിരിക്കുന്ന കാണിക്കാൻ സ്വീകരിക്കണം. ആത്മീയമായ ഉന്നതങ്ങളായ ഭൗതിക അനുഗ്രഹങ്ങളായി പാലിക്കണം. പരിശുദ്ധ കർത്താവെ, വിശേഷാൽ കാണിക്ക് നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രതീക്ഷ പ്രതീക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമകളെ നിർത്താൻ പ്രാർത്ഥിക്കണമേ. തന്നെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് വളരുവാൻ, അനുഗ്രഹിക്കപ്പെട്ട മകളായി വളരുവാൻ സഹായിക്കണമേ. പഠിക്കുവാൻ കൃതിയും ജ്ഞാനവും
കൃപകളും വരങ്ങളും താരങ്ങളും നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പരിപാലിക്കണം. നൽകിയിരിക്കുന്ന കാണിക്ക സ്വീകരിക്കണം. പരിശുദ്ധ കർത്താവെ വിശ്വാൻ കാണിക്കുന്ന നൽകിയിരിക്കുന്ന രവീന്ദ്രൻ എന്ന പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ അധ്വാനങ്ങൾക്കായി പരിശ്രമങ്ങൾക്കായി നന്ദി പറയുന്നു. അദ്ദേഹത്തിന് നല്ല ശൈലി സുഖത്തെയും നൽകണമേ. ധാരാളം തൊഴിൽ അവസരങ്ങൾ അതിന് പ്രദാനം ചെയ്യണമേ. ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാൻ നന്മ കൊടുക്കാൻ സഹായിക്കണമേ. കുടുംബനാഥത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാർത്ഥന മനുഷ്യനായിട്ട് കാണപ്പെടുവാൻ പ്രിയ മാതാവിനെ സഹായിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ായിരിക്കുവാൻ ജന കുടുംബത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുവാൻ ഈ കുടുംബനാഥനെ സഹായിക്കണം. നൽകിയിരിക്കുന്ന കാണിക്കനെ സ്വീകരിക്കണം. പരിശുദ്ധ കർത്താവെ വിശേഷാൽ കാണിക്ക് നൽകിയിരിക്കുന്ന അമൽദേവിനെയും അക്സയെയും കർത്താവിന്റെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കരം ശിരസിന് വയ്ക്കണമേ. രണ്ടുപേരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കുഞ്ഞുങ്ങളുടെ പഠനങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാനുള്ള നല്ല ബുദ്ധിയും ജ്ഞാനം പരിശുദ്ധാത്മാവിന്റെ കൃപകളും വരങ്ങളും താഴ്ന്നത് നൽകണമേ. നന്നായിട്ട് പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടി നല്ല ഭാവി അനുകരിക്കുവാനായിട്ട് സഹായിക്കണമേ. നൽകിയിരിക്കുന്ന കാണിക്കൽ സ്വീകരിക്കണമേ. പരിശുദ്ധ പിതാവെ വിശേഷാൽ കാണിക്ക് നൽകിയിരിക്കുന്ന രജിമോനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രജിമോനെ ഞാൻ പാർക്കണമേ. ദൈവമേ യൗവന കാലഘട്ടത്തിലായിരിക്കുമ്പോൾ തന്റെ സിദ്ധമായ ദൈവത്തെ ഓർത്ത് ജീവിക്കാൻ ഇതുവരെ നമ്മൾ സഹായിക്കുന്നതിനായിട്ട് നാം പറയുന്നു. അങ്ങോട്ട് പറ്റുചേർന്ന് ജീവിക്കാൻ നന്മ അനുഭവിക്കാൻ സഹായിക്കണമേ. പ്രതിയുടെ അധ്വാനങ്ങളുടെ പരിശ്രമങ്ങൾ അനുഗ്രഹിക്കണമേ. ഇപ്പോഴത്തെ ജോലിക്കായിട്ട് നന്ദി പറയുന്നു. സ്ഥിരതയുള്ള നല്ലൊരു ജോലി നൽകി പ്രിയമകനെ അനുഗ്രഹിക്കണമേ. ആശ്രവദിക്കണമേ പ്രാർത്ഥിക്കുന്നു. പ്രിയമകൻ ഭാവി ജീവിതം ഏറ്റവും ധന്യവും ശ്രേഷ്ഠമാക്കി എന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയിരിക്കുന്ന താണത്തെ സ്വീകരിക്കണം. പരിശുദ്ധകർത്താവെ കാണിക്ക് നൽകിയിരിക്കുന്ന ദിശാദീപു ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കൃഷിയെ അനുഗ്രഹിക്കണമേ. ദൈവമേ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് പറയുന്നു. ദൈവമേ ജാഗ്രത ഉദരഫലത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഉദരഫലം കർത്താവിന്റെ കർത്താവിന്റെ അനുഗ്രഹമാണ് വചനത്തിലൂടെ ഞങ്ങൾ പഠിക്കുന്നത്. ദൈവങ്ങളെ അനുഗ്രഹിക്കണമേ. കാലഘട്ടം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിച്ച് നൽകണമേ പ്രാർത്ഥിക്കുന്നു. ഉദരഫലത്തെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിലായിരിക്കുന്ന ശിശു പരിശുദ്ധാത്മാവ് നിലനിർത്തുവാനും സഹായിക്കണമേ. കർത്താവ് ജീവിക്കുന്ന സമയം മാനസികമായി ശാരീരികമായി ബുദ്ധിപരമായി നല്ല ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകുവാൻ പ്രിയമകളെ ബലപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എല്ലാ ചികിത്സകൾക്കായിട്ടും നന്ദി പറയുന്നു. നല്ല ആരോഗ്യവും ബലവും പ്രദാനം ചെയ്യണമേ. ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രിയമായ അധ്വാനങ്ങളെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ നന്മ കുറിപ്പാൻ ഉയർച്ച പ്രാപിപ്പാൻ സഹായിക്കണമേ. നൽകിയിരിക്കുന്ന കാണിക്കൽ സ്വീകരിക്കണമേ. പരിശുദ്ധകർത്താവെ വിശേഷാൽ കാണിക്ക് നൽകിയിരിക്കുന്ന ക്രിസ്റ്റോസ് റോയി എന്ന പ്രിയ മകനെ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദേവി തന്നെ അനുഗ്രഹിക്കപ്പെടുന്നതിനായിട്ട് വളരുവാൻ സഹായിക്കണമേ. ഇഷ്ടായത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും നമുക്ക് നീക്കണമേ. മാനസികമായും ശാരീരികമായും ബുദ്ധിപരമായും നല്ല ആരോഗ്യത്തോടുകൂടെ കുഞ്ഞ് വളരുവാൻ ഉയരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ അനുഗ്രഹമായി ശ്രമിക്കാൻ സഹായിക്കണമേ. നൽകിയിരിക്കുന്ന കാണിക്കൽ സ്വീകരിക്കണമേ. പരിശുദ്ധ കർത്താവെ വിശേഷാൽ കാണിക്ക് നൽകിയിരിക്കുന്ന എന്ന പ്രിയ മകനെ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. തന്നെ കുഞ്ഞും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപകളാലും വരങ്ങളാലും കാരണങ്ങളാലും നിറയപ്പെടുന്നതിനായി അനുഗ്രഹിക്കപ്പെടുന്നതിനായി വളരുവാൻ സഹായിക്കണമേ. നൽകിയിരിക്കുന്ന കാണിക്കൽ സ്വീകരിക്കണമേ. പരിശുദ്ധ പിതാവിന്റെ സന്നിധിയിൽ പേരെഴുതാതെ കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഉദ്ദേശത്തോടുകൂടെ ഈ കാണിക്ക് നൽകിയിരിക്കുന്നു എന്ന് കർത്താവ് കാണുന്നതല്ലോ. മറ്റു പ്രിയത്തിന്റെ പ്രാർത്ഥനകൾ ഒത്തവണ്ണം പ്രവർത്തിക്കണമേ. പരിശുദ്ധ കർത്താവിന്റെ സന്നിധിയിൽ ലേഖ സാധനങ്ങൾ കാണിക്കയായി സമർപ്പിച്ചിരിക്കുന്ന പ്രിയമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ ഒരു ഭാഗം അത് ലേഖ കാണിക്കയായി പ്രിയമക്കൾ സമർപ്പിച്ചിരിക്കുന്നുവല്ലോ. ഈ കാണിക്കൽ സ്വീകരിക്കണമേ. നൽകിയ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. നന്മകളാലെ പാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവിന്റെ ആയുഷ നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമാക്കി നൽകണമേ. നിങ്ങളുടെ ആലയത്തിൽ നടക്കുന്ന ശ്രമദാന പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ധാരാളം പങ്കെടുക്കുവാൻ ശ്രമദാനമായി ധാരാളം പണികൾ ഞങ്ങൾ ചെയ്യുന്നതിന് സഹായിക്കണമേ. അങ്ങനെ തന്നെ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബന്ധുക്കളായി സഹോദരങ്ങളായി കാഴ്ചക്കാരായി
അകലെയാണ് ദൂരെയാണെന്ന് ഭാരപ്പെടാതെ കർത്താവ് സമീപസ്ഥനാണെന്നുള്ള ഉറപ്പോടുകൂടെ കർത്താവ് കൂടെയുണ്ട് എന്ന ഉറപ്പോട് പേരുത്തോടുകൂടെ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ഞങ്ങൾ സഹായിക്കണം. ഇതിന്റെ ഫലമായ ആവശ്യമുണ്ടായിരിക്കുന്ന ഓരോരുത്തരെയും ഈ സമയം നോക്കി പ്രാർത്ഥിക്കുക. ഓരോരുത്തരുടെയും ആവശ്യങ്ങളൊക്കെയും കർത്താവ് കൂടെയിരിക്കണം. കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ഈ ദേശത്ത് ശോഭിപ്പാൻ ഇടയാക്കണം. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ കർത്താവേ, തിരുനാമം രാജ്യം വരണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതല്ലോ. ആമേൻ. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപണവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമ്മതം നൽകുമാറാകട്ടെ. ശ്രദ്ധിക്കാം, അറിയിപ്പ് ശ്രദ്ധിക്കാം. പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ഒന്ന്, നമ്മുടെ പള്ളിയുടെ ശ്രമദാന പണികൾ നടന്നു വരികയാണ്. എല്ലാ പേരും പണികളിൽ സജീവമായിട്ട് പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെടുകയാണ്. മറ്റൊരു അറിയിപ്പുള്ളത്, അടുത്ത ഞായറാഴ്ച മുതൽ നമുക്ക് കൊയർ ക്രമീകരിക്കുന്നതായിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന ശനിയാഴ്ച 4 മണിക്ക് കൊയർ അംഗങ്ങളും കീബോർഡ് വായിക്കുന്നവരും ദേവാലയത്തിൽ കടന്നു വന്ന് ഞായറാഴ്ചയ്ക്കുള്ള പാട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. വരുന്ന ശനിയാഴ്ച 4 മണിക്ക് കൊയർ അംഗങ്ങളും കീബോർഡ് വായിക്കുന്നവരും ദേവാലയത്തിൽ കടന്നു വരണമെന്ന് പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. മറ്ററിയിപ്പുകൾ സഭയുടെ പ്രസിഡന്റ് അറിയിക്കും. വരുന്ന ഞായറാഴ്ച രാവിലെ 7 മണിക്ക് പാത്തുകാൽ പള്ളിയിൽ ആരാധന ഉണ്ടായിരിക്കും. ഇവിടെ പതിവ് പോലെ 8:30 തന്നെ. വരുന്ന ഞായറാഴ്ച ബിൽഡിംഗ് ഫണ്ട് മാസവരി ഞായറാണ്. എല്ലാവരും തയ്യാറായി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലഘുസമ്പാദ്യ പദ്ധതിയിലും ബിൽഡിംഗ് ഫണ്ട് മാസവരിയിലും മുടക്കമുള്ളവർ എത്രയും വേഗം അത് തന്നു തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ലഘുസമ്പാദ്യ പദ്ധതി പള്ളിയിൽ ആരംഭിച്ചത് തന്നെ ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനത്തോടനുബന്ധിച്ചിട്ടാണ്. അതിലൊരു വലിയൊരു പങ്ക് വഹിച്ചത് ഈ ലഘുസമ്പാദ്യ പദ്ധതിയാണ്. വലിയൊരു പങ്കെന്നല്ല, ഏകദേശം 80% പണികളും അതിൻ്റെ പുറത്താണ് നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചത്. ഇനിയും ഈ ലഘുസമ്പാദ്യ പദ്ധതിയിലെ മുടക്കം കാരണം നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റേജ് ഈ പള്ളിയുടെ അകത്ത് നനയുന്ന ഭാഗം അത് പൂർത്തീകരിക്കണമെങ്കിൽ ഈ കാണുന്ന ഭാഗം വാർത്ത് ഈ ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യണം. ആ സ്റ്റേജാണ് അടുത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അത് ഏകദേശം 1,00,000 രൂപയ്ക്ക് മുകളിൽ ലഘുസമ്പാദ്യ പദ്ധതിയിൽ പലരായിട്ട് മുടക്കമുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നു തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ലഘുസമ്പാദ്യ പദ്ധതിയിലെ മാസവരി വരുന്ന ഞായറാഴ്ച അതിൻ്റെ മാസവരി ഞായറാണ്. ഇന്ന് ആരാധനയ്ക്ക് ശേഷം പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ അംഗങ്ങളും അതിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയും അതിൽ പണികൾ ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തവരും മിസ്റ്റർ ഡേവിഡ് കെപ്പള്ളിക്കോണം, മിസ്റ്റർ ഡൊമിനിക്, മിസ്റ്റർ സെൽവൻ അനുഗ്രഹ, മിസ്റ്റർ കോവിൽ, മിസ്റ്റർ ശാലേം രാജ്, മിസ്റ്റർ സിർലസിദാസ്, മിസ്റ്റർ ക്രിസ്റ്റഫർ, മിസ്റ്റർ സുനിൽ രാജ് എന്നിവരാണ് അതിൽ പങ്കെടുത്തത്. അന്നേ ദിവസം ഭക്ഷണം ക്രമീകരിച്ച് മിസ്റ്റർ ക്രിസ്റ്റഫർ അനുസരിച്ച്.
ലേലം ഉണ്ടായിരിക്കുന്നത്? ഒരു അറിയിപ്പുള്ളത് ഇപ്പോൾ നമ്മുടെ സഭയുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ ആലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മളൊരു കവറ് കാണിക്ക ക്രമീകരിച്ചിട്ടുണ്ട്. ആലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന കവറ് കാണിക്ക അത് അടുത്ത ഞായറാഴ്ചയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. ശ്രദ്ധിക്കുന്ന ഒരു പ്രധാന കാര്യം, കവറ് കാണിക്ക മുടക്കം വന്നു കഴിഞ്ഞാൽ അവസരം വലിയൊരു എമൗണ്ടായിട്ട് തീരും. ഒരു മാസം 500 രൂപയാണ്, ഒരു വർഷമാകുമ്പോൾ 6000 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് 1-2 മാസം അത് പെൻഡിങ് ഇടുമ്പോൾ ഒരുമിച്ച് കൊടുക്കാനായിട്ട് വലിയൊരു തുകയായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ മാസവരി ആയാലും ആലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള കവർ കാണിക്കുകയായാലും അത് പെൻഡിങ് ഇല്ലാതെ എല്ലാ മാസവും കൊടുത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെയും ആ ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ കൊടുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലിയൊരു ഭാരം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് പെൻഡിങ് ഉള്ളവർ അത് തീർത്തു പോകണമെന്ന് പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. ലേലം ഉണ്ടായി.